എന്നെ നടത്തി ഇന്നയോളം എന്നെ പുലർത്തി എന്റെ യേശു എത്ര നല്ലവൻ അവനെന്നും മതിയായ. സന്തോഷത്തോടെ സ്നേഹത്തോടെ പാടുക. ഇന്നലെയോളം എന്നെ നടത്തി ഇന്നയോളം എന്നെ പുലർത്തി എന്റെ യേശു എത്ര നല്ലവൻ അവനെന്നും മതിയായവൻ. ഇന്നയോളം ഒരുമിച്ച് പാടുക. ഇന്നയോളം എന്നെ നടത്തി സന്തോഷത്തോടെ ഇന്നയോളം എന്നെ പുലർത്തി എന്റെ യേശു എത്ര നല്ലവൻ അവനെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ അവനെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ. എന്റെ യേശു എത്ര നല്ലവൻ അവനെന്നും മതിയായവൻ. ഇന്നയോളം ഒരുമിച്ച് ദൈവ സ്നേഹത്തോടെ പാടുക. അഭിഷേകം ഉണ്ടാകട്ടെ. നടത്തി ഇന്നയോളം എന്നെ പുലർത്തി എന്റെ യേശു എത്ര നല്ലവൻ അവനെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ അവനെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ. എന്റെ യേശു എത്ര നല്ലവൻ അവനെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ. എന്റെ യേശു എത്ര നല്ലവൻ അവനെന്നും മതിയായവൻ. അവൻ എന്തെന്നും മതിയായവൻ. അവനെന്നും മതിയായവൻ. ഇന്നയോളം ഇന്നയോളം എന്നെ നടത്തി. ഒരുമിച്ച് പാടുക. എല്ലാവരും പാടുക. ഇന്നയോളം എന്നെ പുലർത്തി എന്റെ യേശു എത്ര നല്ലവൻ അവനെന്നും മതിയായവൻ. അവനെന്നും മതിയായവൻ. അവനെന്നും മതിയായവൻ. അവനെന്നും മതിയായവൻ. അവനെന്നും മതിയായവൻ. ശ്രുതികട. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഭാഷാപടത്തോടെ കൈയടിച്ചുകൊണ്ട് ഭാഷാപടത്തോടെ ശ്രുതികട്ടെ. ദൈവത്തിന്റെ കൃപ ചൊരിയുന്നു. ദൈവത്തിന്റെ അഭിഷേകം ഉണ്ടാവുന്നു. മാരക രോഗങ്ങള്, തീരാവേദികള് യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് ആരിപ്പകൊന്നു കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തത്താൽ അങ്ങയുടെ അവകാശവും അങ്ങയുടെ ഓഹരിയുമാകുന്ന തിരുസഭയുടെ മേൽ കർത്താവിന്റെ രക്തം നൽകട്ടെ. കർത്താവിന്റെ രക്തം നൽകട്ടെ. മാരക രോഗങ്ങള്, തീരാവേദികള് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കടലിരമ്പ പോലെ
ദൈവസഭ അങ്ങോട്ട് അനുഭവിച്ചു കഴിഞ്ഞപ്പോഴേ ഹണി പറയുന്നൊരു വർത്തമാനമുണ്ട്. ഞാൻ വിചാരിച്ചത് അമ്മയാണ് ദൈവമെന്നാണ് വിചാരിച്ചത്. ഈ ദൈവസഭ ഇങ്ങനെ അഭിഷേകമായി കഴിഞ്ഞപ്പോൾ ഹണി പറയുന്നൊരു വർത്തമാനമുണ്ട്. ഞാൻ വിചാരിച്ചത് അമ്മയാണ് ദൈവമെന്നാണ് വിചാരിച്ചത്. പിന്നെ എനിക്ക് മനസ്സിലായി, അമ്മയാണല്ലോ ഈശോൻ്റെ കൈ എൻ്റെ കയ്യിൽ വെച്ച് തന്നത്. ഇപ്പോൾ ഞാൻ ഈശോയോടാണ് സംസാരിക്കുന്നത്. കണ്ടില്ലേ എത്ര മനോഹരമായി പുതിയ തലമുറ യുവാക്കന്മാർ ദർശനം ലഭിച്ചതുപോലെ ആധ്യാത്മിക പക്വതയോടുകൂടി ദൈവത്തോട് സംസാരിക്കുന്നത് അത്ഭുത പദ്ധതിയാണ് ഉടമ്പടി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശു എത്ര നല്ലവൻ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ആരാധന. യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതിയായവൻ. നമ്മുടെ സ്പിരിച്വൽ ആനിമേറ്റർ ഫാദർ ക്ലിന്റൺ സാംസൺ ഇന്ന് രാവിലെ കുർബാനയ്ക്ക് പ്രസംഗിച്ചപ്പോൾ ഞാൻ ചിരിച്ചു പോയി. വെച്ച് കഴിഞ്ഞാൽ ഈ ഹണിയുടെ സാക്ഷ്യവും അദ്ദേഹത്തിൻ്റെ എക്സ്പ്ലനേഷൻ തമ്മിൽ ഭയങ്കര ഇൻ്റർകണക്റ്റഡ് ആണ്. എന്താ പറഞ്ഞത്? അപ്പോൾ ഈ യോഹന്നാൻ്റെ സുവിശേഷം 1:38 കർത്താവ് ചോദിക്കുന്നുണ്ട് അപ്പോസ്തലന്മാരോട്, തന്നെ അന്വേഷിച്ച് വരുന്ന അപ്പോസ്തലന്മാരോട് എന്താ ചോദിക്കണത്? നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? അപ്പം നമ്മൾ ആദ്യഘട്ടത്തിൽ ഹണി അന്വേഷിച്ചത് എന്താണ്? അവളുടെ ഭർത്താവിൻ്റെ സൗഖ്യമാണ് അന്വേഷിച്ചത്. അവസാന ഘട്ടത്തിൽ മേരി മഗ്ദലിൻ ഈശോയോട് അന്വേഷിക്കുന്നുണ്ട്. 20:15 യോഹന്നാൻ്റെ സുവിശേഷം. മേരി മഗ്ദലിനോട് ഈശോ ചോദിക്കും, നീ ആരെ അന്വേഷിക്കുന്നു? അപ്പം ക്രിസ്തു അനുഭവത്തിൻ്റെ ഒരു യാത്രയാണ്. ആദ്യം നമ്മളുടെ സങ്കടങ്ങളെ ദൈവം കേൾക്കുന്നു, നമ്മൾ ദൈവത്തിൽ നിന്ന് ആനുകൂല്യവും അനുഗ്രഹങ്ങളും കൈപ്പറ്റുന്നു. പിന്നീട് അതിലൂടെ പിടിച്ചു കയറി അവസാനം നമ്മൾ ദൈവത്തെ തന്നെ അനുഭവിക്കുന്നു, ദൈവമായ ക്രിസ്തുവിനെ അനുഭവിക്കുന്നു. അതാണ് മേരി മഗ്ദലിനോട് ചോദിക്കുന്നത്, നീ ആരെ അന്വേഷിക്കുന്നു? അപ്പോഴവൾ പറയുന്നൊരു വാക്കുണ്ട്, അതിലാണ് അന്വേഷണത്തിൻ്റെ അനുഭവം ഇരിക്കുന്നത്. അവളെന്താ പറയണത്? അതായത് 20:15 ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, അവൾ പറഞ്ഞു, പ്രഭു അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ. പറഞ്ഞേ. അതായത് കർത്താവിൻ്റെ കല്ലറയിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കണത്? പ്രഭു അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ. അങ്ങ് പറഞ്ഞേ. അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ. എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക. എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക. ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. അതായത് കർത്താവിൻ്റെ കല്ലറയിൽ ഇവർ വെളുപ്പാങ്കാലത്ത് അന്വേഷിച്ച് വരിക. സുഗന്ധ തൈലങ്ങളൊക്കെ ഇട്ട് വരുന്നു. അപ്പം സുഗന്ധ തൈലമായി കർത്താവിൻ്റെ ശരീരത്തിൽ സാപത്ത് കാലമായത് കാരണം വെള്ളിയാഴ്ച രാത്രി അത് പൂശാൻ കഴിഞ്ഞില്ല. 6 മണി കഴിഞ്ഞ് ഉടനെ ശനിയാഴ്ചയാകും. അപ്പോൾ സാപത്താകും, പിന്നെ പൂശാൻ പറ്റത്തില്ല. അപ്പം അതിൻ്റെ പോരായ്മകൾ പരിഹരിക്കാൻ, അത് പണ്ട് കർത്താവിനെ സ്നേഹിച്ചിട്ടും പോരാഞ്ഞെന്ന് തോന്നി. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ പോരെന്ന് തോന്നണം, മതിയായെന്ന് തോന്നരുത്. അതാണ് യഥാർത്ഥ സ്നേഹം. എത്ര സ്നേഹിച്ചാലും പോരെ എന്ന് തോന്നണം ദൈവത്തോട്. ദൈവമേ, നിൻ്റെ ഉടമ്പടി ഇന്ന് അത് ക്രാക്കാവും, ഇന്നത് ഫയറാവും. എന്തിനാണെന്നറിയാവോ? നീ ദൈവത്തെ സ്നേഹിച്ചിട്ട് ഇനിയും പോരെന്ന് നിനക്ക് തോന്നിയ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, ആകാശത്തിൻ കിളിവാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എൻ്റെ യേശു നല്ല ഇടയൻ. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ്
എല്ലാം സമൃദ്ധിയായി നൽകിയിടുന്ന എന്റെ യേശു നല്ല ഇടയൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാണ് ഇതിൻ്റെ ഒരു മർമ്മം എന്ന് പറയണത്. ഉടമ്പടി എത്ര എടുത്താൽ എന്തെല്ലാം പ്രവർത്തനം നീ ചെയ്താലും പിന്നെ നിൻ്റെ മനസ്സിൽ കർത്താവിനെ വേണ്ട വിധം സ്നേഹിച്ചില്ലല്ലോ, അവനെ അർഹമായ രീതിയിൽ എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വീണ്ടും സ്നേഹിക്കാൻ ഉള്ള അസൈൻമെൻറ്റുകൾ ബാക്കി നിൻ്റെ ഹൃദയത്തിൽ കുടിശ്ശികയായി കിടക്കുന്നുണ്ടോ? കർത്താവിനുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാതെ പോയതിൻ്റെ കുടിശ്ശിക ആയിട്ട് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദൈവവേദന ഇന്നും നിന്റെ ഉടമ്പടി ഫയറാകും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നമ്മളെപ്പോഴും അസസ്മെൻറ്റിൻ്റെ മുമ്പിലാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു വിചാരണയുടെ മുഖത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈശോ പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് യോഹന്നാൻ 5:42 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ആരാധന ഹല്ലേലൂയ. യോഹന്നാൻ 5:42 എനിക്ക് നിങ്ങളെ അറിയാം. പറഞ്ഞേ, എനിക്ക് നിങ്ങളെ അറിയാം. എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങളിൽ ദൈവസ്നേഹമില്ല. നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ഞാൻ എപ്പോഴും നിങ്ങൾ പറയുന്നത് ഒരു വേർഡ് എപ്പോഴും ഷാഡോ വേർഡ് എന്ന് വെച്ചാൽ എപ്പോഴും പറയും. എന്നുവെച്ചാൽ ഓരോ വേർഡിൻ്റെയും അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് ദൈവവചനം തന്നെയായിരിക്കും. ഓരോ വേർഡിനും അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡുണ്ട്, അതും ദൈവവചനം തന്നെയായിരിക്കും, എഴുതപ്പെടാത്ത ദൈവത്തിൻ്റെ വചനം. അതെന്താണ്? ഇപ്പം യോഹന്നാൻ 5:42 എന്താ പറയണത്? എനിക്ക് നിങ്ങളെ അറിയാം. പറഞ്ഞേ, എനിക്ക് നിങ്ങളെ അറിയാം. എന്തറിയാം? നിങ്ങളിൽ ദൈവസ്നേഹം ഇല്ല. ഇതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്? എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾ ദൈവസ്നേഹം ഉണ്ട്. അതാണ് എൻ്റെ ഓപ്പോസിറ്റ് വേർഡ്. കർത്താവിൻ്റെ അസസ്മെൻറ്റിൽ വരുമ്പോൾ ഈ ഒരു അസസ്മെൻറ്റ് നമുക്ക് കിട്ടണം. എന്താണ്? എനിക്ക് നിന്നെ അറിയാം, നിന്നിൽ ദൈവസ്നേഹം ഉണ്ട്. അതാണ് വിഷയം. ദൈവം നോക്കണത് അതാണ്. ദൈവം നോക്കണത് എനിക്ക് നിന്നെ അറിയാം. പറഞ്ഞേ, എനിക്ക് നിന്നെ അറിയാം. നിങ്ങൾ ദൈവസ്നേഹം ഇല്ല എന്ന് പറയുന്ന കർത്താവ് തന്നെ മറിച്ചും പറയും. എന്താണ്? എനിക്ക് നിന്നെ അറിയാം. ആരോട് പറഞ്ഞാണ്? മേരി മാഡലിനോട് പറഞ്ഞിരിക്കുന്നതാണ്. എന്താണ്? എനിക്ക് നിന്നെ അറിയാം. മനസ്സിലായി? നിനക്കറിയത്തില്ല, നീ ഇപ്പോഴും പറയണത് ഞാൻ തോട്ടക്കാരനാണെന്നാണ് പറയണത്. പക്ഷെ ഐ നോ യു. എങ്ങനെയാണ് എനിക്ക് നിന്നെ അറിയാവുന്നത്? നീ എന്താ ചോദിച്ചത്? പ്രഭു. പറഞ്ഞേ, പ്രഭു. പ്രഭു അങ്ങാണ്. അവനെ എടുത്തോണ്ട് പോയെങ്കിൽ എന്നോട് പറയുക, ഞാൻ വന്ന് അവനെ എടുത്തോണ്ട് പോകാം. അതെന്താണ്? അത് ആ ഒരൊറ്റ വാക്കിൽ തന്നെ ഈശോ പറയും. എന്താണ്? എനിക്ക് നിന്നെ അറിയാം. എന്താണ്? നിന്നിൽ ദൈവസ്നേഹം ഉണ്ട്. എൻ്റെ ദൈവത്തിൽ എന്നാണ് നിനക്ക് സാധാരണ ലെവലിനേക്കാളും ഒരു കോമൺ പീപ്പിളിനേക്കാളും ഉയർന്ന നിലവാരം ദൈവസ്നേഹം നിറയുന്നുവോ അന്ന് ഉടമ്പടി ഫയറാകാൻ തുടങ്ങും. കാര്യം ഇത് ഉടമ്പടിയാണല്ലോ, ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ, പേഴ്സൺ ടു പേഴ്സൺ എഗ്രിമെൻ്റ് അല്ലേ. ദൈവം ഒരു പേഴ്സൺ, നമ്മളൊരു പേഴ്സൺ, നമ്മളും ദൈവവും തമ്മിലുള്ള ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. പക്ഷേ അതിന് കപ്പാസിറ്റി ഉള്ളവർ മാത്രമേ ആ പണിക്ക് പോകാവൂ. എന്താണ്? ആദ്യം നമ്മൾ അസസ് ചെയ്യണം, ഇതിനുള്ള ദൈവസ്നേഹം എന്നിലുണ്ടോ.
ഒരു ഉടമ്പടി ജീവിതത്തിന് വേണ്ടിയുള്ള ദൈവസ്നേഹമുണ്ടോ? പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങ് ഞാനുമായി ഒരു ഉടമ്പടി ജീവിതത്തിന് ആവശ്യമായ അമിത സ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ സന്തോഷത്തോടെ പാടുക, അഭിഷേകത്തോടെ. സ്നേഹത്തിൽ പൂവിയാവേ, എന്നുള്ളിൽ സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ സ്നേഹത്തിൽ പൂനിലാവേ, എന്നുള്ളിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പൊ ഈ മേരി മാഡം എന്താ പറയണത്? പ്രഭു തോട്ടക്കാരനാണെന്ന് വിചാരിച്ചോണ്ടേ കരഞ്ഞോണ്ട് നിൽക്കല്ലേ ആള്, കല്ലറയിൽ കരഞ്ഞോണ്ട് നിൽക്കുകയല്ലേ. അപ്പം ഈ ചില്ലിപ്പാളി, കണ്ണീരിൻ്റെ ചില്ലിപ്പാളിക്ക് ഉള്ളിലൂടെയല്ലേ കർത്താവിനെ കാണുന്നത്. അത് തോട്ടക്കാരനാണെന്ന് മനസ്സിലാക്കിയിട്ട് തോന്നിയിട്ട് അവൾ പറയും, പ്രഭു അങ്ങാണ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എന്നോട് പറയുക. അപ്പം ഉയർത്തെഴുന്നേറ്റ കാര്യം അവൾക്ക് അറിയത്തില്ല. അവളോട് കർത്താവ് അത് പറഞ്ഞിട്ടില്ല. അവൾക്ക് ആ വേദപാഠം അറിയത്തില്ല. അവൾക്ക് ആ ദൈവശാസ്ത്രം അറിയത്തില്ല. ഇതെല്ലാം കേട്ട കക്ഷികൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇതാണല്ലോ സഭയുടെ അവസ്ഥ. ഇപ്പം ഇതെല്ലാം അറിയാവുന്ന കക്ഷികൾ ഉറക്കം തൂങ്ങുകയും ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർ കയറി സുവിശേഷ വേല നടത്തുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന വലിയൊരു സാക്ഷ്യ കൂടാരമാണിത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ജീവിതം ധന്യമായിടും അവൻ പറയുന്നതും ചെയ്തിടുവിൻ. ജീവിതം ധന്യമായിടും. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് സഭയിൽ ഒരു കാര്യം മാത്രമാണ് ഏറ്റവും വലുതായിട്ട് അറിയേണ്ടത്. എന്താണ് അറിയേണ്ടത്? ദൈവത്തെ സ്നേഹിക്കാൻ. അതുകൊണ്ടാണ് ഈശോ പറയണത്, ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. 17:3 എടുത്ത് യോഹന്നാന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 17:3. യോഹന്നാൻ 17:3. ഏകസത്യദൈവമായ അവിടുത്തെയും പറഞ്ഞേ, ഏകസത്യദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പൊ ഈ എങ്ങനെയാണ് അറിയണത്? എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾ ദൈവസ്നേഹം ഇല്ല എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ അറിയണത് സ്നേഹത്തിലൂടെയാണ് അറിയണത്. നിത്യത വരെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് നിനക്ക് ദൈവത്തുള്ള സ്നേഹത്താലാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.